ഇപ്പോൾ ഈ റോഡ് തന്നെ കേന്ദ്ര സർക്കാർ പണം മുടക്കുന്നു, അതില്ലെങ്കിൽ നടക്കത്തില്ല. പക്ഷേ ഇവിടെ റോഡിന് സ്ഥലം ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം കാണിച്ചു. അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയാൻ എൻ്റെ മുഖ്യമന്ത്രിയാണ്. നാളെ ഒരു വർഷമാണ് ഞാൻ അദ്ദേഹത്തെ സമീപിക്കും. കേരളം എത്ര സുന്ദരമാണ് കൃഷ്ണകുമാർ. ആ ഫ്ലൈറ്റിൽ ഒന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു പച്ചപ്പുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഒരിടത്തും ഇന്ത്യയിൽ കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം പറയുന്നത് യാത്ര അസൗകര്യം. ഇപ്പോൾ എറണാകുളം 200 കിലോമീറ്റർ, നമ്മൾ 5, 6, 7 മണിക്കൂർ വരെ എടുക്കുന്നു. 2 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലമാണ്. അപ്പോൾ എന്താ പറ്റുക, ഇവരുടെ കംപ്ലീറ്റ് ട്രാവൽ പ്ലാൻസ് തെറ്റുന്നു. ബഹ്റിൻ എന്ന് പറഞ്ഞൊരു ഒരു ഐലൻഡ് രാജ്യമാണ്. 40 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 100 സ്ക്വയർ കിലോമീറ്ററായി. ഇത് കടലിനകത്തി അതിൻ്റെ മുകളിലാണ് 100 നിലയുള്ള കെട്ടിടം വരെ ഇരിക്കുന്നത്. നമ്മളിവിടെ മാത്രം അപ്പുറത്ത് പോയിട്ട് ആഹാ എന്ന് പറയും, ഇവിടെ വരുമ്പോൾ ഓഹോയെ. എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്നു നിങ്ങളുടെ കേരളം എത്ര സുന്ദരമാണ്. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചെയ്തു വെച്ചാൽ ഈ നെതർലൻഡ്സും സ്വിറ്റ്സർലൻഡും അല്ല, കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇന്ന് കാണുന്നതിൻ്റെ ഒരു വേറെ ലെവലിലോട്ട് അത് എത്തിക്കാം. പക്ഷെ അതിന് ഈ പറഞ്ഞ വരിക ഇച്ഛാശക്തി വേണം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. കേരളത്തിലെല്ലാം നമ്മൾ രണ്ടുപേരും കേരളത്തിലെല്ലാം സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഏത് പഞ്ചായത്തിൽ ചെന്നാലും അവിടെ ടൂറിസം വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കാണും. തീർച്ചയായും ഒരു സ്ഥലം കാണും. ഇപ്പം നമ്മളിപ്പം ഒരു മൺസൂൺ ടൂറിസം വരാമെങ്കിൽ, ഇപ്പോൾ ഞാൻ കോന്നി ജനിച്ച് വളർന്ന ആളാണ്. കോന്നിയിലൊരു 15 ടൂറിസം സ്പോട്ടുകളുണ്ട്. നല്ല വെള്ളച്ചാട്ടമുണ്ട്. കുറച്ച് ഈ വേനൽക്കാലം ഒഴിച്ചൊക്കെ അവിടെ പിന്നെ വെള്ളം കൊണ്ട് ജനസമൃദ്ധമാണ് അവിടെ. അപ്പം ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നോക്കി നമ്മൾ ഡൊമസ്റ്റിക് ടൂറിസം വികസിപ്പിച്ചാൽ തന്നെ, നോർത്ത് ഇന്ത്യയിലെ പല എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അവർ കേരളം കാണുമ്പോൾ അസൂയോടെ പറയുക, എന്ത് സമ്പന്നമാണ് നിങ്ങളുടെ കേരളം. ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരിക്കലും ഒരു കോളേജ് പ്രൊഫസർ നമ്മുടെ കേരളം കാണാനായിട്ട് വന്നു. അദ്ദേഹം പറയും, റോഡിലൂടെ പോകുമ്പോഴെല്ലാം പാലങ്ങളാണ് കാണുന്നത്. ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് വന്നാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇത് വല്ലതും കാണാനുണ്ടോ? ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെയൊക്കെ പ്രകൃതി കനിഞ്ഞ് അനുഭവിച്ച ഈ നാട്ടിലെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്നൊരു വ്യവസായം ടൂറിസമാണ്. ടൂറിസം വികസിപ്പിക്കണമെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ വേണ്ടിയിരിക്കുന്നു. അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡ് വേണം. ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളിലെ അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഹൈജീനിക് ആകണം. അപ്പോൾ ടൂറിസം, കാരണം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ, ഫിലിം സ്റ്റാർ എന്നുള്ള നിലയിൽ ഒരുപാടടുത്ത് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് അനുഭവമുള്ള ആളാണ്. ഇന്ത്യയിലൊക്കെ വളരെ വിപുലമായി സഞ്ചരിച്ചിട്ടുള്ള ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ കേരളത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? അത് ചേട്ടൻ പറഞ്ഞൊരു വാക്കിന് കട കൊടുക്കാം. നമ്മുടെയും കേരളത്തിന് പുറത്തുള്ള, എന്തിനാ തമിഴ്നാട് തൊട്ട് പിന്നെ മുകളിലോട്ട് വടക്കോട്ടുള്ള ഡൽഹിയിൽ എവിടെ ചെന്നാലും അവർ പറയുന്നത് കേരളം എത്ര സുന്ദരമാണ് കൃഷ്ണകുമാർ. ആ ഫ്ലൈറ്റിൽ ഒന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു പച്ചപ്പുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഒരിടത്തും ഇന്ത്യയിൽ കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇതുപോലെ പല പല കാര്യങ്ങൾ. നമ്മുടെ കായലുകൾ, കടലോരം എന്ന് വെച്ചാൽ 600 കിലോമീറ്റർ കിടക്കുക. അവർക്ക് കണ്ടിട്ട് മതി വരുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ലാൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം പറയുന്നത് യാത്ര അസൗകര്യം. ഒരിടത്തും ഇപ്പോൾ എറണാകുളം 200 കിലോമീറ്റർ, നമ്മൾ 5, 6, 7 മണിക്കൂർ വരെ എടുക്കുന്നു. 2 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലമാണ്. അപ്പോൾ എന്താ പറ്റുക, ഇവരുടെ കംപ്ലീറ്റ് ട്രാവൽ പ്ലാൻസ് തെറ്റുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് മൂന്നാർ പോയിട്ട് ആലപ്പുഴ എത്തിയാൽ മതിയോ, ഇങ്ങനെ വരണോ? കാരണം കഴിഞ്ഞോണം വന്നപ്പോൾ ഇങ്ങനെ ട്രാഫിക് ആയിപ്പോയി. അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവത്തുള്ളൂ, ഇത്രയും മനോഹരമായി നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുക. ഇതിനെ നല്ല രീതിയിലൊന്ന് കണക്ടിവിറ്റി കൊടുക്കാമെങ്കിലുണ്ടല്ലോ, എത്ര നമുക്ക് വരാൻ പോകുന്ന വരുമാനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പല രാജ്യത്ത് പോയി, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നു, അല്ലെങ്കിൽ നെതർലൻഡ്സിൽ പോകുന്നു, അവിടെ കാണുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പൊന്മുടി ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ നേരെ ചൊവ്വേ താമസിക്കാൻ സ്ഥലമില്ല. ഒരു റോഡ് ബ്ലോക്കായാൽ തീർന്നു, കാരണം തിരിച്ചു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ പോകുന്ന വഴി തന്നെ വെള്ളം ഒഴുകി വരുന്ന എത്രയോ സ്പോട്ട്സ് ഉണ്ട്. ഇവിടെയൊക്കെ സേഫായിട്ടുള്ള സ്പോട്ടുകൾ ഇടുക, ആൾക്കാർക്ക് ഇറങ്ങാനും കുളിക്കാനും. അതായത് ഇങ്ങോട്ട് പോയിക്കാൻ ഒരു ദിവസം അവിടെ ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കിട്ടുക. ഇതൊരു വസ്തുവില്ല. കിടക്കുന്ന സംഭവം കുറച്ച് പ്രൈവറ്റ് പാർട്ടികൾ കുറച്ച് ധനം മുടക്കിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അവരെപ്പോലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ പല രീതിയിൽ ചൂഷണം, സാമ്പത്തിക ചൂഷണം, അവരെ തടസ്സപ്പെടുത്തുക, കൊടിവെക്ക്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ്. എന്തിനാ ഞാൻ ഈ ശംഖുമുഖം കടപ്പുറം കാലങ്ങളായി പറയുന്നു, അപ്പുറത്തൊരു പോർട്ട് വന്നുകൊണ്ട് ഇവിടെ നശിക്കുന്നു, അതിൻ്റെ പേരിൽ ഭയങ്കര ബഹളം. ഇത് റെക്കോർഡിക്കലായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് ഞാൻ നമ്മുടെ ടൂറിസം PWD മിനിസ്റ്ററിന് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ശംഖുമുഖം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അവിടെ സഞ്ചരിക്കുന്നവരുമാണ്. അവിടെ ഇപ്പോൾ ഷാർജയിൽ പോയാലും ദുബായിൽ പോയാലും എവിടെ ചെന്നാൽ കോർണിഷുകളെന്ന് പറയും.
കടപ്പുറവുമായി ബന്ധപ്പെട്ട് കോർണിഷ് കെട്ടും. 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ആയിരിക്കും, നമുക്ക് നടക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ശംഖുവും കടൽ ഏകദേശം 1/2 കിലോമീറ്റർ കടലോരമുണ്ടായിരുന്നു. ഇന്ന് കടൽ ഇവിടം വരെ കയറിയിരിക്കുക. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഉണ്ടായിരുന്ന കടൽ കരയാണല്ലോ വെള്ളത്തിലോട്ട് പോയത്, റീക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ്. ഇന്ന് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ദുബായിൽ പാം ഐലൻഡ്, കടലിൽ കിടന്ന മണ്ണിനെ കപ്പലുകൾ ഡ്രഡ്ജ് ചെയ്ത മണലിനെ ഉണക്കി കരയിലിട്ട് ഐലൻഡ് ഉണ്ടാക്കി. എത്രയോ ഏക്കർ, 10-15 ഏക്കറോളം. ഇതേ സംവിധാനം ഇവിടെ ചെയ്യാൻ വന്നാൽ അത് പാടില്ല. പാരിസ്ഥിതിക മറ്റേ പ്രശ്നം 100 കൂട്ടം ആൾക്കാർ തടയാൻ വരും. ഞാൻ ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ലോകത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുക. ബഹ്റിൻ എന്ന് പറഞ്ഞൊരു ഐലൻഡ് രാജ്യമാണ്. 40 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 100 സ്ക്വയർ കിലോമീറ്ററായി. ഇത് കടലിനകത്തി അതിൻ്റെ മുകളിലാണ് 100 നിലയുള്ള കെട്ടിടം വരെ ഇരിക്കുന്നത്. നമ്മളിവിടെ മാത്രം അപ്പുറത്ത് പോയിട്ട് ആഹാ എന്ന് പറയും, ഇവിടെ വരുമ്പോൾ ഓഹോയ്, അത് പറ്റത്തില്ല. ഞാൻ എന്തുകൊണ്ട് ഈ ശംഖുമുഖം പോലും, ഞാനൊരു ഉദാഹരണത്തിനായിട്ട് ഇന്ന് ആ പ്രോജക്റ്റ് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്. ദുബായിൽ ലാ മെർ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അവിടെ ചെന്ന കടലോരമാണെന്ന് വല്ല അറിയാൻ വയ്യ. 2 സൈഡിലും റോഡിൻ്റെ അതിമനോഹരമായ എല്ലാത്തരം ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അമ്യൂസ്മെൻറ്റ് പാർക്ക്. അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു ദിവസം ചെറുപ്പക്കാരും കുട്ടികളും ഫാമിലി തിരിച്ചു വരില്ല. വേണമെങ്കിൽ കൂടുതൽ താമസിക്കാനായിട്ട് ഹോട്ടൽസ് വരെ ഉണ്ട്. ഇതേപോലെ അല്ലെങ്കിലും ഒരു 2 കിലോമീറ്റർ അളവിൽ ഈ ശംഖുമുഖത്ത് ഈ കടലിനെ ഒന്ന് റീക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ കടൽ വായി കഴിഞ്ഞ് നടപ്പാത, പ്രായമായവർക്ക് വൈകുന്നേരം വഴിയിൽ വന്ന് നടക്കാൻ, കുട്ടികൾക്ക് സൈക്കിൾ ട്രാക്ക്, മറ്റേത് മറിച്ച് ഇതെല്ലാം ചെയ്തു കൊടുക്കുക. ചെറിയ ചെറിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്. അതിൽ തന്നെ ഒരു പുറത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട്, മീൻസ് ഇന്ത്യക്കകത്തു നിന്നുള്ള NRIs ആയിക്കോട്ടെ, അവർക്ക് 60% അവർക്കായി കൊടുത്തിട്ട് 40% അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് കൊടുക്കട്ടെ. അപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വളരെയധികം മാനസിക ഉല്ലാസത്തിന് പറ്റിയൊരു സംഭവമാണ്. ഇതൊരു ശംഖുമുഖത്തെ പറ്റി മാത്രം പറയുന്നത്. കൊല്ലത്തെ ഇലക്ഷൻ നിന്നപ്പോഴാണ് കൊല്ലം ഇത്രയും സുന്ദരമാണെന്ന് അറിയുന്നത്, അവിടെ ചെന്നപ്പോഴാണ്. കാരണം ഈ കൊല്ലത്തിൻ്റെ പ്രത്യേകത കുറുകെ കിടക്കുക സംസ്ഥാനത്തിന്. പുനലൂർ മേഖല ചെന്നപ്പോഴാണ് എന്തോ ഭംഗിയുള്ള വനം, ഓരോ സ്പോട്ടും അസാമാന്യമായ ഭംഗി. നടുക്കോട്ട് വന്നപ്പോൾ നമ്മുടെ കല്ലടയാറ്, റാവിൽസ് ഹോട്ടലൊക്കെ ഇരിക്കുന്ന ഭാഗം വന്നപ്പോൾ അതിസുന്ദരം. ഇപ്പുറത്ത് കടൽ വന്നപ്പോൾ ഇത്രയും വിശാലമായ ശാന്തമായ കടൽ. ഈ വാട്ടർ സ്പോർട്സ് ഉണ്ട്, നമ്മൾ ഗോവയിൽ പോയി കാണുന്നു. ഇത് മുഴുവൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എത്ര പേർക്ക് തൊഴിൽ സാധ്യതയാണ്. ഇങ്ങനെ ഇത് കേരളം മുഴുവൻ കിടക്കുക. ആറുകളും കായലും കടലുമായി സമ്പന്നമാണ്. മലകൾക്ക് മല, നമ്മൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. എത്ര സുന്ദരമാണ്. പക്ഷേ ഇതിലൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡാണ്. ഒരിടത്തും ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എവിടെ ചെന്നാലും ആൾക്കാർ പറയുന്നു നിങ്ങളുടെ കേരളം എത്ര സുന്ദരമാണ്. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ ചെയ്തു വെച്ചാൽ ഈ നെതർലൻഡ്സും സ്വിറ്റ്സർലൻഡും അല്ല, കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇന്ന് കാണുന്നതിൻ്റെ ഒരു വേറെ ലെവലിലോട്ട് അത് എത്തിക്കാം. പക്ഷെ അതിന് ഈ പറഞ്ഞ വരിക ഇച്ഛാശക്തി വേണം, ഒരു വിഷനറി ആയിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ ഗുണം ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്ക് പറ്റില്ലായിരിക്കും, വേറെ ആൾക്കായിരിക്കും. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അടിത്തറ ഇട്ട് വെച്ചാൽ വേറെ ലെവലാക്കി മാറ്റാം കേരളത്തിന്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, മല കെട്ടണ്ട, കടൽ ഉണ്ടാക്കണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ പറയാം അനന്തമായ സാധ്യത. അപ്പോൾ ചിലർക്ക് വേണ്ടി പറയാം ഇതൊക്കെ നിങ്ങൾ ഇപ്പുറത്തിരുന്നോണ്ട് പറയാൻ. അതല്ല, ഞാൻ ചെന്ന് കൊടുക്കും ലെറ്റർ, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഇന്ന് പണമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് നല്ല പദ്ധതി കൊടുത്താൽ പണവും വരാൻ സാധ്യത, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളിന്ന് കണ്ടു, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേർന്നപ്പോൾ, ഒരു പ്രൈവറ്റ് എൻ്റർപ്രണർ കൂടെ വന്നപ്പോൾ, ഇന്ന് വിഴിഞ്ഞം എന്ന് പറഞ്ഞൊരു മനോഹര ഒരു തുറമുഖം നമുക്ക് കിട്ടി. ലോകത്ത് പോലും ഇത്രയും അതിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ നോക്കിയാൽ ജസ്റ്റ് കപ്പൽ വന്ന് ടിപ്പിലോട്ട് കയറുക, ഇറക്കുക, പോവുക. മദർഷിപ്പിന് വരാൻ പറ്റും, അത്ര താഴ്ചയുമാണ്. നാച്ചുറലായിട്ട് നമുക്ക് 23-25 മീറ്റർ താഴ്ചയുള്ള സ്ഥലവും. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പായി, ധാരാളം വിദേശികൾ ഇനി വരാൻ പോവാണ്. എന്തുമാത്രം ഡെവലപ്മെൻറ്റിന് സാധ്യതയുണ്ട് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ എനിക്കൊന്ന് ഇതെല്ലാം കാണട്ടെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് മനസ്സിൽ. നല്ല ബുദ്ധി വരട്ടെ ഭരണാധികാരികൾക്ക്. വന്നിട്ട് ഇന്ന് ധനമുള്ളൊരു കേന്ദ്ര സർക്കാരുമുണ്ട്, ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിന് ഒരു സുവർണ്ണ കേരളമാക്കി മാറ്റാൻ അധിക താമസം വേണ്ട. തീർച്ചയായിട്ടും അതിന് നമുക്ക് വേണ്ടത് നല്ല ദീർഘവീക്ഷണമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത്യാവശ്യം ഇച്ഛാശക്തി പിണറായി വിജയനുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കതാണ് ഇച്ഛാശക്തിയും ഒരു കാര്യം നടത്തിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷമുള്ള സർക്കാരാണ്. അദ്ദേഹം ഇപ്പോൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ അഭിനന്ദിക്കാം. ഗ്യാസ് പൈപ്പ് ലൈൻ വരാൻ കാര്യം അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. ഇപ്പോൾ റോഡ് തന്നെ കേന്ദ്ര സർക്കാർ പണം മുടക്കുന്നു, അതില്ലെങ്കിൽ നടക്കത്തില്ല. പക്ഷേ ഇവിടെ റോഡിന് സ്ഥലം ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം കാണിച്ചു. അത് അഭിനന്ദിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കത് യാതൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയാൻ എൻ്റെ മുഖ്യമന്ത്രിയാണ്. നാളെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സമീപിക്കും.
എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നടത്തി കിട്ടുന്നുമാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പെറ്റി ഈഗോ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് നിന്നാൽ നമുക്ക് കേരളത്തിന് അനന്തമായ സാധ്യത ടൂറിസം ഇടയ്ക്ക് കയറിൽ ക്ഷമിക്കണം. അല്ല, ഒരു കുഴപ്പമില്ല. കാരണം ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞാലേ വാദോരാത്ത പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അങ്ങ് നമ്മുടെ കൊല്ലം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് മത്സരിച്ചത്. കൊല്ലം ബീച്ചിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നല്ല, എത്ര അഗ്ലി ആയിട്ടാണ് കിടക്കുന്നത്. നശിപ്പിച്ചിട്ട് ദീർഘമായിട്ട് ഉള്ള ഒരു കടൽ തീരമാണ്. നല്ല മനോഹരമായി. ഇത്രയും വലുതാന്ന് അറിഞ്ഞേയില്ല. അത് ഓൾറെഡി മറ്റേ ബ്രേക്ക് വാട്ടർ കൂടി കെട്ടിയിരിക്കുന്നുണ്ട്. ശാന്തമാണ്, ബ്യൂട്ടിഫുൾ സ്ഥലം കൊല്ലം. കൊല്ലം കേരളത്തിലെ ടൂറിസം വികസിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കിലോമീറ്ററുകൾ 40-50 കിലോമീറ്റർ എന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സഹ്യപർവ്വതത്തിൻ്റെ അടിയിൽ നമ്മൾ കൊണ്ടുവരുത്തി കഴിഞ്ഞു. അതല്ല, കല്ലടയാറ് സഞ്ചരിക്കണം, അവിടെ സഞ്ചരിക്കാം. ബാക്ക് വാട്ടേഴ്സിൽ കൂടെ പോയി കല്ലടയാറിൽ കൂടെ പോയി കേരളത്തിൻ്റെ ഇൻറ്റീരിയറായ സ്ഥലത്തേക്ക് പോകാം. മൺറോത്തുരുത്ത് പോയി കണ്ടാൽ നമ്മൾ മറക്കത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത കൃത്യമായി ഇത് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റില്ല, മറിച്ച് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോൾ എൻ്റെ നെഞ്ചത്തൂടെ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞൊരു മന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ആ വിമാനത്താവളത്തിൻ്റെ ചെയർമാനായിട്ട് വരികയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ വികസനത്തെ തടയുന്നത്. വിഴിഞ്ഞത്ത് വന്നപ്പോഴും ഇതേ പ്രശ്നം വന്നു. വിഴിഞ്ഞം ആരുടേതാണ്? ഇതാരാ വിഴിഞ്ഞത്തിൻ്റെ അച്ഛൻ? വിഴിഞ്ഞത്തിൻ്റെ അച്ഛൻ ആരും ആയിക്കോട്ടെ, വിഴിഞ്ഞം എന്ന് പറയുന്നൊരു തുറമുഖം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണക്കാരൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്, സോണിയാഗാന്ധി എതിർത്തിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ല ഇച്ഛാശക്തി മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാർക്കും ഉണ്ടാകും. കൃത്യമായി ഒരു ടൈം ലിമിറ്റ് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഒരു ഗവൺമെൻറ് കിട്ടുന്ന 5 ഇയേഴ്സാണ്. ഈ 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യം. 2 കണ്ടിന്യൂ, അതായത് തുടർച്ച വേണ്ട വരുന്ന പദ്ധതികളുണ്ട്. ചില 10-15 വർഷം കൊണ്ട് തീരുന്ന പദ്ധതിയായിരിക്കും ഒരു പക്ഷേ. അതിന് ഈ 5 വർഷം കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യാം? അടുത്ത ഗവൺമെൻറ് ഒന്ന് അത് ചെയ്യട്ടെ. ഇത്തരത്തിൽ വിശാലമായി കേരളത്തെ കണ്ടുകൊണ്ട് സമീപിക്കാൻ കഴിഞ്ഞാൽ ടൂറിസം മാത്രം മതി. പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗൾഫിലെ വരുമാനം അത് നിന്നോട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ $1 ഇങ്ങോട്ട് കേരളത്തിലോട്ട് ഒഴുകുന്ന കാര്യമൊക്കെ ഇനിയും സംശയമാണ്. ഈ സാഹചര്യത്തിൽ ടൂറിസം വികസിപ്പിച്ച് കഴിഞ്ഞാൽ കാശ്മീരിലെ 2.5 കോടി ടൂറിസ്റ്റുകൾ വരാമെങ്കിൽ 1.5 കോടി ടൂറിസ്റ്റുകളെങ്കിലും ഒരുപക്ഷെ 2.5 കോടി അവിടെ വന്നാൽ 3 കോടി ഇവിടെ വരും. അത് വന്നാൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഇന്ന് മാറ്റം വരും. അതുകൊണ്ട് ടൂറിസം രംഗത്ത് ഒരു മാറ്റം വരാൻ ആവശ്യമായ നടപടി ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ എടുക്കുകയും വ്യക്തിപരമായ സ്വാധീനം എല്ലാ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം, അതൊക്കെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തത് നന്നായിരിക്കും എന്നുള്ളതാണ് ആ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം.